സർ, അതുപോലെ ഈ ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകുന്നതിനൊരു ടീം വർക്ക് വേണം. ഷുവർ. ആ ടീം വർക്ക് എത്രത്തോളം, ആ ടീം വർക്കിൻ്റെ വിജയമാണ് ഈ ഹോസ്പിറ്റലിൽ 10-28 വർഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആ ടീം വർക്കിനെ ഒരു നല്ല ടീം ലീഡർ എന്ന നിലയിൽ താങ്കൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ കാണും. അതെന്തൊക്കെയാണ് സർ? ടീം ലീഡർ എല്ലാം ആയി വരുന്നതാണ്, സാഹചര്യങ്ങൾ ആക്കി എടുക്കുന്നതാണ് ഒരു ടീം ലീഡറുടെ. ലാസ്റ്റിൽ നല്ല ടീം ലീഡർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ യു വിൽ ബി എ ഗുഡ് ടീം ലീഡർ. ഓക്കെ, കാരണം രണ്ട് സൈഡിനും ഒരുപാട് ഇഷ്യൂസ് കാണും. ടീം ലീഡർ ആകുമ്പം ഒന്ന് സ്റ്റാഫ് സൈഡും പേഷ്യൻ്റ് സൈഡും നോക്കണം. ഓക്കെ, അപ്പം എല്ലാം കയ്യിലെ ഫിംഗേഴ്സ് എത്രത്തോളം യൂസ്ഫുൾ ആണോ അതുപോലെയാണ് കൂടുള്ള ടീം മെമ്പേഴ്സ്. സർ, അതുപോലെ ഈ തുടങ്ങിയ സമയത്ത് തൊട്ടേ ഉള്ള പേഷ്യൻസ് കാണും. അവരെ അടുത്ത തലമുറകളും ഇത് ഇവിടെ തന്നെ വരുന്ന കുറേ. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നത് ഒരു തേർഡ് ജനറേഷൻ. അന്ന് ചെയറിൽ വന്ന് വിറച്ചോണ്ടിരുന്ന കുട്ടികൾ, ഒരു പല ആട്ടമുള്ള ആള്, ഇന്ന് അവർ അഡൽട്ടായി അവരുടെ മക്കളെ വന്നിട്ട്, അതുപോലെ അന്ന് മാരീഡായിട്ട് വട്ടപ്പാറ ഈ ഏരിയയിലൊക്കെ വന്ന് സെറ്റിലായത് അവർ ഇന്ന് ഗ്രാൻഡ് ചിൽഡ്രനുമായിട്ട് അവരുടെ ചിൽഡ്രൻ കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ചിൽഡ്രനുമായിട്ട് വരുമ്പോൾ വന്ന് പറയും അന്ന് എന്നെ ചെയ്ത ഡോക്ടറാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര തൃപ്തിയാണ്. നമ്മുടെ വിജയത്തിന്റെ ഒരു പാർട്ടാണ് അത്. ഇത് അടുത്ത ജനറേഷനിലോട്ട് നമ്മുടെ സക്സസിന് അവർ തന്നെ പറയാണ്. അതുപോലെ മാരീഡായിട്ട് ഇൻലോസ് ആയിട്ട് വരുന്നവർ, അപ്പം വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നവരായിരിക്കും, അവർ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ മക്കള്, ഒരു ഹ്യൂജ് ടൈം. ഏകദേശം എൻ്റെ ഓൾഡസ്റ്റ് പേഷ്യൻ്റ് ഒരു 98 or 95 ഏജ് ഉള്ള ഒരു പേഷ്യൻ്റ് വരെ ആയിരുന്നു എൻ്റെ ഓൾഡ് പേഷ്യൻ്റ്. പുള്ളിയും വന്ന് പറയാതെ ഡോക്ടർ ടേക്ക് ഇറ്റ്, ഭയങ്കര ഹാപ്പിയിൽ പറയാണ്ട്. നമുക്ക് ടെൻഷനാണ്, അവർ നമ്മുടെ മേൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് വന്ന് ഇരുന്നേരാണ് നിങ്ങൾ ചെയ്തോ എന്നുള്ളത്. അപ്പം അത് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് നിറവേറ്റാൻ കഴിയും. സർ, അതുപോലെ ഒരു നല്ല ഡെന്റിസ്റ്റിന്റെ ഏറ്റവും വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് സർ? നല്ല ഡെന്റിസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ സഹനശക്തി, പേഷ്യൻസ് ഭയങ്കര പേഷ്യൻസ് ആയിരിക്കണം. പിന്നെ രണ്ടാമത് സ്കില്ലിനേക്കാളും എന്തെങ്കിലും ഇഷ്യൂസ് വന്നെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള കഴിവ്, ഹാൻഡിൽ ചെയ്ത്. ക്രൈസിസ് ഭയങ്കരമായിട്ട് വരും. ആരായാലും എത്ര ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ പൊക്കി കൊണ്ടുവരും. അപ്പം ആ പേഷ്യൻസിനെല്ലായിരിക്കും ഒരു ഇഷ്യൂ വരുന്നത്, ക്രൈസിസ് വരുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു ഫോർമുല മനസ്സിലുണ്ടാക്കി വച്ചിരിക്കണം. ഓക്കെ, അതാണ് പേഷ്യൻ്റ് ഹാൻഡ്ലിങ്, പേഷ്യൻസ്. അപ്പം ഫ്യൂച്ചറിൽ അടുത്ത ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ത് വരുമെന്നുള്ളത് ചിന്തിച്ചിട്ട് ആ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്. പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 11:30 ഒരു രാത്രി 12 മണി വരെയെങ്കിലും ഫോൺ കോളുകൾ വന്നാൽ അറ്റൻഡ് ചെയ്യണം. അത് ഒരുപാട് അവർ വിളിച്ചിട്ടുണ്ട്. 4 മണി 5 മണിക്ക് ഫോൺ ഓഫ് ചെയ്യാറില്ല. ആകെ ടെൻഷനാണ് രാത്രി 4 മണിക്ക് ഒരു ഫോൺ കോൾ വരുമ്പോൾ. കാരണം അയാൾ അത്ര കഷ്ടപ്പെട്ട് വെപ്രാളപ്പെട്ടാണ്, വേറെ ഒരു വഴിയില്ലാതെ ആണ് വിളിക്കുന്നത്. അപ്പം സഹിക്കാൻ പറ്റുന്നത്. അപ്പം ആ ടൈമിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫോറിൻ ടൂറിൽ പോയപ്പോൾ പോലും ഞാൻ ഇൻ്റർനാഷണൽ റോമിങ് കൊണ്ടാണ് പോയത്. വിളിക്കുമ്പോൾ അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു സൗണ്ട് കേട്ടാൽ മതി, ഇത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡോക്ടർ രാത്രി 4 o'clock 4 മണിക്ക് റെസ്പോണ്ട് ചെയ്യുന്നു. അത് തന്നെ അവർക്കൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ രാത്രി PHCയിലൊന്ന് പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തോ അല്ലെങ്കിൽ ഒരു ഇത് എടുക്കുക എന്തൊക്കെ പറയുമ്പോൾ അവർക്ക് കംഫർട്ടാണ്. ഞാൻ അടുത്ത ദിവസം ചോദിക്കും ഇന്നലെ പോയി ഇഞ്ചക്ഷൻ എടുത്തോ? ഇല്ല, ഡോക്ടറിനോട് സംസാരിച്ച പിന്നെ അങ്ങനെയൊക്കെ പോയി രാവിലെ വരും. അപ്പം ഇതൊക്കെ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഡോക്ടർ മെയിൻ ഇഷ്യൂസ്. പിന്നെ ഫെയിലിയേഴ്സ് എല്ലാവരുടെ കയ്യിലും വരും. നമ്മളൊന്നും റോബോട്ട്സോ ഇതൊന്നുമല്ല. ഫെയിലിയേഴ്സ് വരുമ്പോൾ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അത്
ഇപ്പം ഭയങ്കര കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഒരു ഇംപ്ലാന്റ് ഫെയിലിയർ വരുന്നു, നല്ല കോസ്റ്റ്ലി ഇംപ്ലാന്റ് ഫെയിലിയർ വരുമ്പോൾ ആദ്യമേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നൈസായിട്ട് ഒരു കംഫർട്ടബിൾ രീതിയിൽ, പേടിപ്പിക്കുന്ന രീതിയിലല്ല, ഒന്ന് പറഞ്ഞു വെക്കണം. ഇപ്പം ഇതുപോലെ ചിലപ്പോൾ വന്നേക്കാം, അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താണ്, ഇത് ചിലപ്പോൾ മൂവ്മെൻറ്റ് വരാം, അല്ലെങ്കിൽ മൊബിലിറ്റി വരാം, എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പല്ല് പൊട്ടി അകത്തിരിക്കാം, അത് ഇത്ര ലെങ്ത് ഇത്ര മില്ലിമീറ്ററിനെക്കാളും കൂടുതലിരുന്നാലേ പ്രശ്നമുള്ളൂ. നാച്ചുറലായിട്ടുള്ളൊരു പാർട്ടാണ്. ഇപ്പോൾ ഒരു സൂച്ചർ നീഡിലോ വേറെ ഒരു ഫോറിൻ ബോഡി ഒന്നും അല്ല അകത്ത് വയ്ക്കുന്നത്. എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഒരു പോർട്ട് ചിലപ്പോൾ അകത്തിരിക്കും, അത് നരമ്പിൻ്റെ അടുത്തോട്ടായിരിക്കും. നമ്മൾ കുത്തിപ്പറക്കി എടുത്ത് അടുത്ത കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിനേക്കാളും നേരത്തെ ഒന്ന് ഒരു ഫ്രണ്ടിലോട്ട് ഒന്ന് കോംപ്ലിക്കേഷൻസിനെ മറച്ച് വയ്ക്കാതെ അതിൻ്റെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. കോംപ്ലിക്കേഷൻസ് ഇതായാകാം, എല്ലാം ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓപ്പണായിട്ട് ഫ്രീ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൈഡുള്ള മിസ്റ്റേക്സ് അവർ അതിനൊരു പാർട്ട് ആൻഡ് പാർസലായിട്ട് നമ്മളെ ഒരിക്കലും ഒരു കുറ്റക്കാരനായിട്ട് കാണത്തില്ല. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഇതായിരുന്നു. ഈ പ്രാക്ടീസിൻ്റെ മീനിങ് ഇപ്പോഴാണ് അവരിത് എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് തീർന്നില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ശീലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം എന്തെല്ലാം വന്നാലും ഇന്നും നാളെ എല്ലാം കോംപ്ലിക്കേഷൻസ് വരുമെങ്കിൽ അതെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളത് അത് ഒരു ആ ടൈം കിട്ടും. സാർ, അതുപോലെ ഈ മദ്യപാനവും പുകവലിയും നമ്മുടെ പല്ലുകളെ എത്രത്തോളം നശിപ്പിക്കും? പല്ലുകളെ ശരിക്ക് നശിപ്പിക്കുന്നതാണ് പുകവലിയിൽ ടെമ്പറേച്ചർ മാറുകയാണ്. ഓവറോൾ നമ്മുടെ എല്ലാത്തിനും ശരീരം ഉൾക്കൊള്ളുവാൻ വേണ്ടി ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. ബോഡിയുടെ ടെമ്പറേച്ചർ ഇത്ര ആയിരിക്കണം, ബ്ലഡ് പ്രഷർ ഇത്ര ആയിരിക്കണം, എൻസൈംസിൻ്റെ ലെവൽ ഇത്ര ആയിരിക്കണം, എല്ലാത്തിനും കെമിക്കൽസ്. ഇപ്പം ബോഡി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സോഡിയം ഇത്ര ആയിരിക്കണം, പൊട്ടാഷ്യം ഇത്ര ആയിരിക്കണം, കാൽഷ്യം ഇത്ര ആയിരിക്കണം. അപ്പം ഇതെല്ലാം നാച്ചുറലായിട്ട് ഒരു നല്ലൊരു ഓർഗനാണ് ബോഡി. ഇതിൻ്റെ അകത്തോട്ട് ഈ ആർട്ടിഫിഷ്യൽ സാധനം സ്മോക്കിങ്ങും മദ്യപാനമൊക്കെ കയറ്റി വിടുമ്പോൾ ബോഡിയിലുള്ള സ്ട്രക്ചർ മാറുകയാണ്. ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്ന രീതിയെല്ലാം മാറുകയാണ് ഈ കെമിക്കൽസിന് ആയിട്ട്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് എല്ലാം വരുന്നത് ഒരു ഓറൽ മാനിഫെസ്റ്റേഷനായിട്ട് വരുന്നത് വായിലാണ്. ഇപ്പോൾ എക്സസീവ് സ്മോക്കിംഗ്, എക്സസീവ് ഡ്രിങ്കിങ്ങിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് അവർക്ക് ഡെപ്പോസിറ്റ്സ് കൂടുതലായിരിക്കും, കാൽക്കുലസ് ഡെപ്പോസിറ്റുകൾ കൂടുതലായിരിക്കും. വൈറ്റ് ലീഷൻസ്, വെള്ള രീതിയിലുള്ള മുറിവുകൾ മോണയിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അവരുടെ മോണ കാണാൻ ഭയങ്കര ഹെവി സ്മോക്കേഴ്സിൻ്റെ കവിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രേയിഷ് വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നത്, സെമി ബേൺഡ് സ്ട്രക്ചറിലായിരിക്കും. മറ്റസുഖങ്ങളിലേക്കും അത് പിന്നെ അടുത്തതിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ട്രിഗർ ഫാക്ടറാണ്. ഇപ്പം ആ കണ്ടീഷനിൽ ഇതുപോലെ ഒരു സെമി വൈറ്റ് ലീഷൻ ഉള്ളതിൽ ഒരു പല്ലിൻ്റെ സൈഡിലുള്ള ഒരു ഇറിറ്റേഷൻ, മോണയിൽ ഇറിറ്റേഷൻ നിമിത്തം മുറിവ് വന്നു, അത് പിന്നെ ഹീലാവുന്നില്ല. ആ ഹീലിങ്ങിൽ നമ്മൾ പല്ലിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഇങ്ങനെ സ്മോക്കിംഗ് പിന്നെയും ചെയ്യുകയാണ്. അതിനുള്ള ഇറിറ്റേഷൻ കാരണം പിന്നെയും സ്ട്രക്ചർ മാറുകയാണ്, കോമ്പോസിഷൻ മാറുകയാണ്, അതിൻ്റെ അകത്തുള്ള സ്കിൻ സ്ട്രക്ചർ മാറുകയാണ്. ഇത് ഇത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇതാണ്. എങ്കിൽ ഒരുപാട് ഒരു കണ്ടീഷനുണ്ട്, സബ് മ്യൂക്കോസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് ഈ മോണയൊക്കെ കല്ല് പോലെ ഇരിക്കും, ഇങ്ങനെ ബ്ലോ ചെയ്യാൻ പറ്റത്തില്ല, ഊതാൻ പറ്റത്തില്ല. ഇതിൻ്റെ എലാസ്റ്റിസിറ്റി പോവുകയാണ്, ടിഷ്യൂൻ്റെ എലാസ്റ്റിസിറ്റി പോവുകയാണ്. അതെല്ലാം ഈ എന്നോട് ഇത് ഷംപൂ വയ്ക്കുന്നത്, പാൻ വയ്ക്കുന്നത്, അപ്പോൾ ഇതെല്ലാം കാരണം ടൊബാക്കോ ചൂയിങ് കാരണം, തമ്പാക്കു കാരണമാണ് ഈ ടിഷ്യൂസ് എല്ലാം മാറുന്നത്. അപ്പം ഇതൊക്കെ ഇവിടെ സംഭവിക്കുമ്പോൾ ശരീരം
പോയി കഴിഞ്ഞു. ലിവർ ഇഷ്യൂസ്, പിന്നെ കിഡ്നി ഇഷ്യൂസ് എല്ലാം വന്ന് കഴിയുമ്പോഴായിരിക്കും വേണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി എന്തെല്ലാം വൈറ്റൽ ഓർഗൻസിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടതെന്നൊന്ന് ഓർത്ത് നോക്കിയാൽ. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്ത് റെഗുലറായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്ന ബ്യൂട്ടിഫുൾ ബോഡി അതുപോലെ സംരക്ഷിക്കാൻ പറ്റും. സാർ, അതുപോലെ ഈ സ്റ്റീഫൻ ഡെന്റൽ ക്ലിനിക്ക് അതിൻ്റെ ഭാവി, അതായത് ഇപ്പോൾ 28 വർഷം കഴിഞ്ഞു, ഇനിയും കുറേ വർഷങ്ങൾ വട്ടപ്പാറയ്ക്ക് നിൽക്കാനുള്ളതാണ്. അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രയാണങ്ങൾ എങ്ങനെ? ഭയങ്കര ഒരു തുടങ്ങുമ്പോൾ അത്ര വിഷനൊന്നുമില്ലായിരുന്നു, ടു ബി ഫ്രാങ്ക്. ഇപ്പം നല്ല വിഷനുണ്ട് അത് ഏത് ലെവലിൽ പോകണമെന്ന്. ഫസ്റ്റ് ഒരു 250 സ്ക്വയർ ഫീറ്റോ 300 സ്ക്വയർ ഫീറ്റോ മുറിയിലായിരുന്നു റൂമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അതിൽ ഇതുപോലത്തെ ഒരു 2 മുറി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ചെയ്തു വന്നപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലോറായി. അത് പതുക്കെ ഫില്ലായി. പേഷ്യൻസിനുള്ള സ്ഥലമില്ലാതിരുന്നു. അതിൻ്റെ കൂടെ ഉള്ള ലാൻഡെല്ലാം വന്ന് ലാൻഡ് വാല്യൂ, ഇപ്പോൾ ലാൻഡ് ഏരിയ മാത്രം തന്നെ ഏകദേശം ഒരു 55 സെൻസിൻ്റെ ഒരു ലാൻഡാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു 2500 സ്ക്വയർ ഫീറ്റുള്ള ഫ്ലോറാണ് ഇതിന്. അപ്പം ഇനി ഇതും ഇപ്പം സ്റ്റാഗ്നൻ്റായി വരികയാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എക്സ്റ്റൻഷൻ ആയിരിക്കും. എക്സ്റ്റൻഷൻ മാത്രമല്ല, ഇനി NABH അക്രഡേഷൻ, യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിൻ്റെ ലെവലിൽ ഇതിനെല്ലാം വേണ്ടി ചെറിയ ക്ലിനിക്സ് ഭയങ്കര പാടായിരിക്കും. അപ്പം അടുത്ത ലെവലിൽ ഭയങ്കര പ്രോട്ടോകോൾസ് വരും. സ്റ്റെറിലൈസേഷൻ ഒരു റൂം വേണം, എന്താണ് ഡയഗ്നോസിസ്, CT/BT, OPG മെഷീൻസ്, എല്ലാ എക്സ്റേ മെഷീൻസ്, ഇതിനു വേണ്ടി സെപ്പറേറ്റ് റൂം വേണം, എമർജൻസി ഒരു റൂം വേണം. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരുന്നത് അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ആയിരിക്കും അടുത്ത സെറ്റപ്പ്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഉള്ള ഹൈ എൻഡ് മെഷീൻസ് ഇപ്പോൾ ഉള്ളതിനേക്കാളും അപ്ഗ്രേഡ് ചെയ്ത് ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്യുന്നത്. അടുത്തത് സോഷ്യൽ മീഡിയയിലുള്ള പ്രസൻസ് ഭയങ്കര ഒരു അത്യാവശ്യം. അപ്പോൾ അതിന് വയ്ക്കണം. ഞാൻ മാത്രം വളർന്നാൽ പോരാ, എൻ്റെ സ്റ്റാഫും ഇതേ മെൻറ്റാലിറ്റിയിൽ പറഞ്ഞു. എൻ്റെ കൺസൾട്ടൻസും ഇതുപോലെ അടുത്ത ലെവലിലോട്ട് വരുന്നത്. എൻ്റെ കൺസൾട്ടൻസ് എല്ലാം റിയലി അടുത്ത ലെവലിൽ ചിന്തിക്കുന്നവരാണ്. അവരാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ലെവലിലോട്ടാക്കുന്നത്. ഇനി അടുത്ത ജനറേഷൻ മോള് ബ്രാഞ്ചിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടില്ല. ബ്രാഞ്ചിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ അതിലുള്ള ചെറിയ ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടുമോ എന്നുള്ളൊരു ഇതിൽ ഇതേ ക്വാളിറ്റി ബ്രാഞ്ചിലും കൊടുക്കുവാൻ എപ്പോൾ ഒരു കോൺഫിഡൻസ് വരുമോ അപ്പോൾ ബ്രാഞ്ചുകൾ വരും. സാറിൻ്റെ ഈ ഫാമിലി എത്രത്തോളം ഈ സാറിൻ്റെ ഈ കരിയർ ബിൽഡപ്പിനും ഈ പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്നതിനൊക്കെ എത്രത്തോളം സപ്പോർട്ട് ആവുന്നുണ്ട്? റൈറ്റ് ഫ്രം പേരൻസ്. അതിനും പേരൻസ് നല്ല സപ്പോർട്ടാണ്. കോളേജ് ലെവൽ കഴിയുമ്പോൾ നമുക്ക് അത്ര ഇതൊന്നും കാണില്ല. ഒരു കോളേജ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്, അപ്പോൾ കോളേജ് ലെവൽ കഴിഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ക്ലിനിക്ക് സ്ഥലമെല്ലാം എടുത്ത് എന്നിട്ട് അതിൻ്റെ വരുമാനം ആദ്യത്തെ ഒരു 2 വർഷം വരെ പിന്നെയും അവരുടെ സപ്പോർട്ടിലാണ്. ആ സമയം നമ്മുടെ ധൈര്യം കുറയല്ലോ. നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് അവർ ചെയ്തിട്ട് അവരെ പിന്നെയും അവരുടെ ഇതിലല്ലേ ജീവിക്കുന്നത്. അതൊന്ന് ആ സമയം ഒന്നും ഡൗൺ ആവാതെ വണ്ണം ഒരു മോട്ടിവേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ പുഷ് ചെയ്ത് ഫാദർ മദറും കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞിട്ട് മാരേജ് ആവുന്നത് ഒരു മെഡിക്കൽ ഡോക്ടറെയാണ് മാരേജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ പുള്ളിക്കാരി റേഡിയേഷൻ ഓൺകോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. RCCയിലും DNB ചെയ്തു. പുള്ളിയും മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട്
നമുക്ക് ഡൗട്ടുകൾ വരുന്ന കോംപ്ലിക്കേഷൻസ് വരുന്നത് ഇതിലുള്ള ഓറൽ ക്യാൻസേഴ്സെ പറ്റിയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ അതും ചോദിക്കാനും അതിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും വൈഫിൻ്റെ സപ്പോർട്ട് ഉണ്ടായത്. പിന്നെ കാലങ്ങൾ മാറി 2 ഡോട്ടേഴ്സാണ് എനിക്കുള്ളത്. അല്ല, മൂത്തയാള് സർ ഇവരൊന്നും പേര് പറഞ്ഞില്ല, അച്ഛൻ്റെ പേരിലാണ് ക്ലിനിക്ക് എന്ന് തോന്നുന്നു. സ്റ്റീഫൻ സാർ എന്ന് പറഞ്ഞായിരുന്നു അച്ഛനെ എല്ലാവരും വിളിക്കും. ജോർജ് സ്റ്റീഫൻസ് ആണ് ഫാദറിൻ്റെ പേര്. അപ്പോൾ സ്റ്റീഫൻസ്, എൻ്റെ പേര് ബില്ലി സ്റ്റീഫൻസ്. സഡനായിട്ട് എല്ലാ ക്ലിനിക്കുകളും എന്ത് പേരിടാന്ന് പറഞ്ഞാൽ അവൻ വീട്ടു പേരിടണോ, നാട്ടിലുള്ള ഫാമിലി നെയിം ഇടണോ, അങ്ങനെ എല്ലാവരും അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ സഡനായിട്ട് എനിക്ക് തോന്നി ഫാദറിൻ്റെ പേര് തന്നെ ഇടാം, സ്റ്റീഫൻസ്. അങ്ങനെ ആ സ്റ്റീഫൻസ് വന്ന് കാലക്രമേണ ഡോക്ടർ സ്റ്റീഫൻസ് ആയി. ഇപ്പോൾ എൻ്റെ മോള് വൈഫ് ഗ്രേസ് ഷേളിയാണ്, കിംസ് ഹോസ്പിറ്റലിലെ റേഡിയേഷൻ ഓൺകോളജി കൺസൾട്ടൻ്റാണ്. അത് കഴിഞ്ഞിട്ട് ടൈമായി അടുത്ത ജനറേഷന് അവർക്കും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഡോക്ടർ, രണ്ട് ഡോക്ടേഴ്സാണ്. ഒരാൾ മെഡിക്കൽ ഡോക്ടറാണ്, MBBS. മൂത്താള് ഡോക്ടർ ജെനിഫർ സ്റ്റീഫൻസ്. ഇൻട്രസ്റ്റിംഗ്ലി അവളും അവളുടെ സോഷ്യൽ മീഡിയ പേജിൽ ഡോക്ടർ സ്റ്റീഫൻസ് എന്നാണ് ഇടുന്നത്. എങ്ങനെയോ ഈ സ്റ്റീഫൻസ് എന്നുള്ളത് ഹിറ്റായി പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളുടെ ഏത് ലെവലിലോട്ട്, മൂത്തയാള് MBBS കംപ്ലീറ്റ് ചെയ്തു. അവളിപ്പോൾ വർക്ക് ചെയ്യാണ് അവിടെ ബാംഗ്ലൂരിൽ കോളാറിൻ്റെ അടുത്ത്, ഇതിൽ വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ ആള് സെക്കൻഡ് ഇയർ PMS. രണ്ടാമത്തെ ആൾ ഈ ഫീൽഡിൽ തന്നെ ആക്കി. അപ്പം ഇപ്പോൾ ഈ ജനറേഷൻസിനൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ആണെങ്കിൽ ഈ പേഷ്യൻസ് ക്ഷമ ലെവലിലോട്ട് വരാൻ വേണ്ടിയുള്ള ക്ഷമ പഠിപ്പിക്കേണ്ടത് ഒരുപാട് അത്യാവശ്യമാണ്. അപ്പം ഞാൻ എൻ്റെ ഇളയാളുടെ അടുത്ത് പറയാണ്, ഇപ്പോഴേ വന്ന് ക്ലിനിക്കിൽ നിൽക്കുക, പേഷ്യൻറ്റിൻ്റെ രീതി, അവർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ അടുത്തുള്ള ഇത്, ആ ക്ഷമ എപ്പോഴേ അവർ പഠിച്ചു തുടങ്ങിയാൽ ഏറ്റവും ലോവർ ലെവലിൽ അപ്രന്റീസ് അവർ വരാറുണ്ടോ? അതൊക്കെ പാടാണ് ജനറേഷൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് കമാൻഡ് ചെയ്ത് വാടാന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന രീതിയിൽ അടുത്ത ജനറേഷൻ എനിക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. ഇളയാളുടെ പേരെന്താണ് സർ? ഇളയാളുടെ പേര് ഫിയോന ബി സ്റ്റീഫൻസ്. ജെനിഫർ ആൻഡ് ഫിയോന. അങ്ങനെ ഫാമിലി ഡെഫിനറ്റ് നല്ല സപ്പോർട്ടാണ്. എങ്കിൽ അടുത്ത ജനറേഷൻ എൻ്റെ ഇപ്പോൾ ഉള്ള ഇൻകവും ഇപ്പോൾ ഉള്ള എൻ്റെ ലൈഫ് സ്റ്റൈലാണ് അവർ കണ്ടിട്ടുള്ളൂ. എൻ്റെ ബാക്കിലൊരു സ്ട്രഗിളുണ്ട്, എൻ്റെ ബാക്കിൽ ഒരു ക്രൈസിസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളതും. നമ്മുടെ സ്വപ്നങ്ങളായിട്ട് മാത്രം ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നതിൻ്റെ ആ ബുദ്ധിമുട്ട് അവർ കണ്ടിട്ടില്ല. നമുക്കൊക്കെ ആണെങ്കിൽ അന്ന് ഒരു ഫ്രാങ്ക് ആയിട്ട് പറയാം, ഒരു ലേറ്റസ്റ്റ് കാർ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാൻ, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്ര, അല്ലെങ്കിൽ ഒരു ലീവിൽ പോകുന്ന എല്ലാം ഭയങ്കര ലക്ഷറിയസ് ഐറ്റം ആയിരുന്നു. എങ്കിൽ ഇപ്പോൾ ഉള്ള ജനറേഷൻ അതൊക്കെ കൂളാണ്, കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഒരു വാഹനപ്രേമിയും യാത്രാപ്രേമിയും കൂടെയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു ട്രാവൽ എന്തൂസിയാസ്റ്റാണ് എന്ന് പറഞ്ഞൊരു പ്രാന്ത് ടൈപ്പ്, അങ്ങനെ മാഡൊന്നുമല്ല, ട്രാവൽ എന്തൂസിയാസ്റ്റാണ്. പണ്ട് സ്കൂട്ടർ ഉണ്ടായിരുന്നു, സ്കൂട്ടർ ഉള്ളപ്പം തന്നെ നല്ലതായിട്ട് ട്രാവൽ ചെയ്യും, സ്കൂട്ടറിൽ ട്രാവൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബൈക്കാകുമ്പോഴും നല്ല ലോങ് ജേർണീസൊക്കെ ബൈക്കിൽ ട്രാവൽ ചെയ്യും, കാറിലും ട്രാവൽ ചെയ്യും. നോൺ സ്റ്റോപ്പ് ആണെങ്കിൽ ബാംഗ്ലൂരിൻ്റെ അപ്പുറം ഒക്കെ നോൺ സ്റ്റോപ്പ് 4-5 പ്രാവശ്യമൊക്കെ പോയിട്ട് വരും. അതിനുള്ള ക്ഷീണങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എൻ്റെ സിസ്റ്റർ കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ അനാറ്റമി ലെക്ചറാണ്, ഡോക്ടർ ഷിബി സ്റ്റീഫൻസ്. എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ അവിടെ കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ സർജറി, ഡോക്ടർ ഇനോക്ക് സ്റ്റുവാർട്ട്, ഇവരെല്ലാം UK സെറ്റിൽഡാണ്. അപ്പം അവരുടെ അടുത്ത് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ഞാൻ അവിടെ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് യൂറോപ്യൻ സിറ്റീസിൽ കാറൊന്ന് ഓടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര പ്രിപ്പറേഷനായിട്ട് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം എടുത്തിട്ട് അവിടെ പോയി കാർ ഓടിക്കാൻ അവർ കാർ തരത്തില്ല. ഭയങ്കര വിഷമമായി. ലാസ്റ്റിൽ എൻ്റെ ആളുടെ അടുത്ത്, ബ്രദർലാൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞപ്പം ഒരു ക്ലോസ് ചെയ്ത ഒരു സൂപ്പർ മാർക്കറ്റ്, സൺഡേ ഈവനിങ് ആ സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അവരുടെ പാർക്കിംഗ് സ്ലോട്ടിൽ എന്നെ കാർ ഓട്ടിപ്പിച്ചു. കാരണം അവർ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പം ആ സ്ട്രിക്ട്നെസ് കാണുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. സിഗ്നൽ റെഡ് ആകുമ്പോൾ വണ്ടി നിൽക്കും, ലൈനിൽ നിൽക്കും. ലെയിൻ ഡിസിപ്ലിൻ ഭയങ്കരമാണ്. ഹോൺ അടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഹോൺ അടിക്കത്തില്ല.
ഓവർടേക്കിംഗ് എന്ന് ബാൻഡ് ആണെങ്കിൽ ഓവർടേക്കിംഗ് ചെയ്യത്തില്ല. സ്പീഡ് ഇത്രയിലേ പോകാമെന്ന് പറഞ്ഞാൽ ഇത്രയിലേ പോകത്തുള്ളൂ. ഫ്രണ്ടിൽ വണ്ടി കാണത്തില്ല, ഒന്നും കാണത്തില്ല. സ്പീഡ് ലിമിറ്റ് ഇതാണ്. സഡനായിട്ട് ബസ് ഡ്രൈവേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് സിസ്റ്റമാറ്റിക്. അപ്പം അതെല്ലാം ട്രാവലിൽ ഇതുപോലുള്ള ഡിസിപ്ലിൻസും ഇതുപോലുള്ള ഇതെല്ലാം കണ്ടു പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കൊറിയയിൽ പോയിട്ടുണ്ട്, സിയോളിൽ പോയിട്ടുണ്ട്, കാർഡിഫിൽ പോയിട്ടുണ്ട്, യൂറോപ്യൻ സിറ്റീസിലൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെയല്ലേ കുറച്ച് കൃഷിയും താല്പര്യമല്ലേ? കൃഷിയും കുറച്ച് താല്പര്യമാണ്. അത് ലാൻഡിൽ ഫാദറിന് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ ലാൻഡൊന്നുമില്ല എങ്കിലും കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ലാൻഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അറിയുന്നത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ തേങ്ങ എല്ലായിടവും ഇപ്പോൾ ബിൽഡിങ്സ് വന്ന് നമ്മൾ ചെറിയ രീതിയിൽ കോക്കനട്ട് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കുറച്ച് എക്സസ് ലാൻഡ് വന്നപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്തു. മറ്റേ ഫ്രൂട്ട്സും കോക്കനട്ട്സാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത്. വലിയ ഇതില്ല എങ്കിലും ചെറിയൊരു എക്സ്പീരിയൻസ്. പിന്നെ അതിലേക്ക് പോകാറില്ലേ? അതിലൊക്കെ പോകാറുണ്ട്. അതിനുവേണ്ടി ഒരു നല്ലൊരു ഡെഡിക്കേറ്റഡ് വർക്കറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നു. അതിൽ ഒരു തൃപ്തിയാണ്. ഇത് ഒരു മൊത്തം ഇതിൽ നിന്ന് ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് ആയതുകൊണ്ട് കുറച്ച് ടൈം ഇതിൽ നിന്ന് മാറ്റി അതിലോട്ട് പോകാം. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റാണ് ലൈഫിൽ. അതുപോലെ ഈ ഡോക്ടർ കുപ്പായത്തിന് ഉള്ളിൽ നിന്ന് ഇടയ്ക്കൊരു പാസ്റ്റർ എന്ന് പറയുന്ന വേറൊരു കുപ്പായം എടുത്തണിയാറുണ്ട്. അതിലേക്ക് എങ്ങനെയാണ് സാർ? അതൊക്കെ ഒരു ഇൻട്രസ്റ്റ്, ഒരു പാഷനാണ്. ഇപ്പം നമ്മുടെ അടുത്ത് വരുന്നത് എങ്ങനെയാണ്, ഒരു വിഷം വെച്ചുള്ള ഒരു ഇത് വരുന്നുണ്ട്. ആളുകൾക്ക് ഇതിനേക്കാളും അപ്പുറം ഒരു കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ കംഫർട്ടായിട്ട് ദൈവം തന്നെ സുഖാക്കും. പ്രാർത്ഥിക്കുക, സമാനമായിട്ടിരിക്കുക. ആ ഹാൻഡ് വയ്ക്കുമ്പോൾ തന്നെ അവർക്കൊരു വ്യത്യാസം വരും. അപ്പം അത് പിന്നെ ഫ്യൂച്ചറിൽ അതങ്ങനെ ഡെവലപ്പായി ഒരു ബൈബിൾ സ്റ്റഡീസിലോട്ട് പോയി. പിന്നെ ഒരു പാസ്റ്ററൽ ശുശ്രൂഷയിൽ ഫാദർ പാസ്റ്ററൽ ശുശ്രൂഷയിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഡെത്തെല്ലാം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ നമ്മളങ്ങോട്ട് ഏറ്റെടുത്തു. യഥാർത്ഥത്തിൽ ഡോക്ടറും ഇതുമായി കുറച്ച് ബന്ധവുമുണ്ട്. നല്ല ആത്മീയമായിട്ടും റിലീജിയൻ പറയുന്നതിനേക്കാളും ഒരാൾ ഒരു പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു കംഫർട്ടിങ്. അവരുടെ ദുഃഖങ്ങൾ അവർ ആരുടെ അടുത്താണ് ഒരു സങ്കടം പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ല. അപ്പോൾ ഒരു ബൈബിൾ വേഴ്സും ഒരു വചനം എടുത്തിട്ടും ഒന്ന് പ്രാർത്ഥിച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ചു വിടുമ്പോൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനെല്ലാം ദൈവം ടൈം തരുന്നുണ്ട്. അതാണ് ബ്യൂട്ടി. ഇപ്പം ഇത്രയും കംഫർട്ടബിളായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ലേ? അതൊരു വലിയ ഭാഗ്യമാണ്. സൺഡേസിൽ പെർഫെക്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. ഹൗസ് വിസിറ്റ്, ചർച്ച് പ്രോഗ്രാംസ്, അതൊരു ഫാമിലി സപ്പോർട്ട് തന്നെ. അതെല്ലാം ഫാമിലി സപ്പോർട്ടാണ്. അങ്ങനെ വലിയ ഒരു കോൺഗ്രിഗേഷൻ ഉള്ള ഒരു ചർച്ചൊന്നുമല്ല. നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ താഴെയായിട്ട് ഒരു എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചർച്ച് സർവീസും ഇതുള്ള പ്രാർത്ഥനയും എല്ലാം നടക്കുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ഒത്തിരി പേര് BDS ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും ജോലി എന്ന സ്വപ്നം നടക്കുന്ന കാര്യമല്ല. പിന്നെ കുറേ പേര് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. എങ്കിലും ഇന്ന് ഇറങ്ങി വരുന്ന കുട്ടികളോട് ഒരു താങ്കളുടെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതെന്തൊക്കെയാണ് സാർ? BDSൽ മാത്രമല്ല സ്റ്റുഡൻസ് ഒരുപാട് പാസ് ഔട്ടായി വരുന്നത്. എല്ലാ ഫീൽഡിലും ഈവൻ ഇപ്പോൾ ലേറ്റസ്റ്റ് NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പോലും പുതിയതായിട്ട് MCIക്ക് ഓൾട്ടർനേറ്റീവ് വന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പോലും MBBS സീറ്റ്സിനെ കൂട്ടാനും കോളേജസ് കൂട്ടാനും എല്ലാം അതിനുള്ള ശുപാർശകളൊക്കെ നൽകി കഴിക്കുകയാണ്. അപ്പം കുറേ സ്റ്റേജ് കഴിയുമ്പോൾ ക്വാളിഫൈഡ് പീപ്പിൾ ഒരുപാട് കൂടുതൽ വരും. അതുകൊണ്ട് BDSലെ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് കൂടുതൽ എന്നുള്ളത് അത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നമ്മുടെ കരിയറിനെ പെർസ്യൂ ചെയ്യുന്നതിന് ഒരു തടസ്സമായിട്ട് ഒരിക്കലും നിൽക്കല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പഠിക്കുക, നല്ല കോൺസെൻട്രേറ്റ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വേൾഡിൽ സർവൈവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ സ്കിൽ ആൻഡ് ഡെഡിക്കേഷൻ. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, അത് പ്രൈവറ്റ് പ്രാക്ടീസ് ആയിരിക്കും, ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലിനിക്കുകളുള്ള സ്ഥലത്തുമായിരിക്കും. നമ്മുടെ സ്കില്ല് വേറെ ആയിരിക്കും, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് വേറെ ആയിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡെഫിനറ്റായിട്ട് ഒരു ഗ്രൂപ്പ് ആളുകൾ കാണും.
അതുകൊണ്ട് ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവല്ല. ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ നേടിക്കോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തോ. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് പ്രാക്ടീസ് ആണെങ്കിൽ സ്കിൽ ഓറിയൻറ്റഡ് ആണ്. തളർന്നു പോകാതെ വണ്ണം നല്ല രീതിയിൽ സ്കില്ലായിട്ട് പേഷ്യൻ്റ് കെയർ എടുക്കുകയാണെങ്കിൽ എത്ര ക്രൗഡഡ് മാർക്കറ്റ് ആണെങ്കിലും യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് അലോൺ. ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ഷുവറായിട്ട് കാണും. അതുകൊണ്ട് ഡിസ്ഹാർട്ടൻ ആവല്ല. ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് ക്വാളിഫൈഡ് പീപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം യൂറോപ്യൻ കൺട്രീസിൽ ചാൻസുകളുണ്ട്. ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രിയിലോട്ട് അഡ്വൈസ് കൊടുക്കുന്ന രീതിയിൽ പ്ലാനിങ് ചെയ്ത് കൊടുക്കുന്ന, ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ലാബ് സപ്പോർട്ട് ആയിട്ട് നിങ്ങൾ ക്ലിനിക്കിൻ്റെ കൂടെ നടത്തുവാൻ വേണ്ടി ലാബ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ ഒരുപാട് ഫീൽഡ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷനെ നിൽക്കാം. അതുകൊണ്ട് BDS കിട്ടി, അയ്യോ BDS ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് വിഷമിച്ചൊന്നും നിൽക്കല്ലേ. എല്ലാ ഫീൽഡിലും ഉള്ള കോമ്പറ്റീഷൻ പോലെ ഉള്ളൂ ഇതിലുള്ളത്. ഇതിൽ സ്കില്ലും കുറച്ചുകൂടെ അപ്ലൈ ചെയ്തൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്കോപ്പാണ്. അതുപോലെ ഒരു തലമുറ മാറുകയാണ്. ഒരു തലമുറ ജനറേഷൻ ഡെന്റിസ്റ്റ് അടുത്ത 10 years മാറുകയാണ്. അവരുടെ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ഇനി അടുത്ത ഫ്രഷ് തലമുറ വരണം. അവർ കുറച്ചുകൂടെ ടെക് സാവി ആയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവരുടെ ലൈഫ് വേറെ രീതിയായിരിക്കും. അടുത്ത ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പഴയ ആൾ ഇത്രയുള്ളതെന്ന് പറഞ്ഞാൽ അവരെക്കാളും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടും ചിലപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ടെക്നിക്സ് ഒക്കെ അടുത്ത ജനറേഷൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഡിസാർട്ടൻ ചെയ്യല്, ധൈര്യമായിട്ട് വരിക. വെൽക്കം ടു ദിസ് ഫീൽഡ്. ഇതേയുള്ളൂ എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, നിങ്ങളുടെ വിലപ്പെട്ട സമയം, അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മളുമായി ഇത്രയും നേരം പങ്കുവച്ചു. ഇതെല്ലാം ഭാവി തലമുറയ്ക്കും ഒരു പ്രചോദനങ്ങളാണ്. ഒരു സ്വന്തമായൊരു സംരംഭം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയാണെന്നും അതിനുള്ള ബുദ്ധിമുട്ടുകളും അതെങ്ങനെ അതിജീവിക്കണം എന്നുള്ള കാര്യങ്ങളുമെല്ലാം വളരെ വിശദമായി താങ്കൾ നമ്മളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. ഇത്രയും സമയം നമുക്ക് അനുവദിച്ചതിന് ഒത്തിരി നന്ദി.